ഇന്ന് 4-ാം ദിവസം. ഇന്നാണ് ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിലോട്ട് പോരേണ്ടത്. അപ്പോൾ രാവിലെ തന്നെ ഷിക്കാരായി കയറാൻ വേണ്ടി ചെന്നു. അല്ല തൊഴ തന്നില്ല. നമുക്ക് കാഴ്ചയൊക്കെ കാണാം. hot coffee, also tea, also cappuccino, milk tea, Kitna kawa? kawa 100 rupees one. Hello, good morning. I'm Saudi Troni Alevini. വീണ്ടും ഒന്നിച്ചായോ? നമ്മൾ ഷിക്കാരയിൽ കയറി പതുക്കെ യാത്ര തുടങ്ങിയപ്പം ഓരോ കച്ചവടക്കാർ നമ്മുടെ അടുത്തോട്ട് വരാൻ തുടങ്ങി. അവർ കാവ വിൽക്കുന്നവരുണ്ട്, ഓർണമെൻറ്റ്സ് വിൽക്കുന്നവരുണ്ട്, പിന്നെ ഫോട്ടോയൊക്കെ നമുക്ക് വേണ്ടി എടുത്തു തരുന്നവരുണ്ട്. നമ്മൾ അവരുടെ ഡ്രസ്സൊക്കെ ഇടിയിച്ചിട്ട് അവർ വള്ളത്തിൽ തന്നെ കൊണ്ടുവന്ന് നമ്മളെ ഡ്രസ്സ് ഇടിയിച്ച് ഫോട്ടോയൊക്കെ എടുത്തു തരും. ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ ആ തടാകത്തിനകത്തൂടെ കറങ്ങി. തടാകത്തിനകത്തൂടെ പോകുമ്പം സൈഡിലൊക്കെ നമുക്ക് ഒത്തിരി കടകളൊക്കെ കാണാം. ചിലരൊക്കെ ആ കടകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുന്നവരുണ്ട്. ബാഗുകൾ, ഡ്രസ്സുകൾ, അങ്ങനെ പല ഐറ്റംസും അവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ നല്ലൊരു സുഖമുള്ളൊരു യാത്രയായിരുന്നു. വെതറും കൂടെ നന്നായിട്ടുള്ളതുകൊണ്ട് നല്ല സുഖമായിരുന്നു കേട്ടോ. അത് പോട്ടെ, അല്ല അത് പോട്ടെ. എന്ത് പറഞ്ഞപ്പോഴാണ് വീണത്? സുന്ദരി എന്താണ് അവര് ഉപയോഗിച്ച വാക്ക് എന്ന് പറഞ്ഞു? അല്ല അത് കുടം പിടിച്ചപ്പോ അത് ഞാൻ കേട്ടു. പിന്നെ വെള്ളം എടുക്ക ഇതുകൊണ്ട് മറ്റേ ഉടുപ്പിട്ട് എടുത്തില്ലല്ലോ ആ ഫോട്ടോ എടുക്കുന്ന സെഷൻ. കാശ്മീരി ഡ്രസ് ഇപ്പോഴും അവര് വന്ന് എടുപ്പിക്കും. അവരുടെ ഫോട്ടോ കെട്ടി ഫുൾ ഫോട്ടോ എടുക്കും. പറഞ്ഞേക്കട്ടെ, ആളെ വിട്ടേക്കട്ടെ. എത്ര ഫോട്ടോ? ഇപ്പൊ 2 പേരും എടുക്കും. ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, നോമലുറക്കമായി ഉണർത്തരുതേ, ഒന്നിനി തിരിതാഴ്ത്തി പാടുക പൂങ്കുയിലേ, പൊന്മാനെ ഉന്നെ തേടുത്, യാസാത്തി ഒന്ന് കാണാതെ നെഞ്ചും കാത്താടി പോലാടുത്. തടാകത്തിനകത്തൂടെ പോകുമ്പം ഒത്തിരി ഹൗസ് ബോട്ടുകൾ കാണാം. അവിടെ ഹോട്ടൽ പോലെ താമസിക്കുന്ന സ്ഥലമുണ്ട്. പിന്നെ ചില വീട്ടുകാർ അവരുടെ വീടായിട്ട് തന്നെ താമസിക്കുന്നവരുണ്ട്. തടാകത്തിലൂടെ നല്ല ഒരു രസമായിരുന്നു യാത്ര ചെയ്യാൻ വേണ്ടി. പുഷ്പം ചൂടി ചന്ദ്രിക ചൂടി. പിന്നെ ഈ വെള്ളം ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ ചില അതിനകത്തെ അഴുക്കൊക്കെ വരാൻ വേണ്ടി അങ്ങനത്തെ കുറേ ബോട്ടുകളൊക്കെ ഇടയ്ക്ക് അതിനകത്തൂടെ പോകുന്നത് കാണാം നമുക്ക്. അതുകൊണ്ട് അത്യാവശ്യം നല്ല നീറ്റായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. ഇങ്ങനെ പായലൊക്കെ അതിൽ നിന്ന് അഴുക്കുകളൊക്കെ വലിച്ചെടുക്കുന്ന ബോട്ടുകൾ കാണാം.
എല്ലാം കൂടെ ആ ഷിക്കാരായിൽ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലതായിരുന്നു. ഷമ്മി കപൂറിൽ നിങ്ങൾ തല വെട്ടിക്കണം, അങ്ങനെയുണ്ട്. തല വെട്ടിക്കുന്നത് കറക്റ്റ് ആയിരുന്നു. അതിന് അങ്ങനത്തെ വെട്ടിയില്ലല്ലോ ആദ്യം. ഇതിലെ ഗുളി കഴിക്കണമെങ്കിൽ കറക്റ്റ് ആയിരുന്നു. വെറുതെ കഴിച്ചു ശരിയായി. അങ്ങനെയല്ല. ഞങ്ങൾ ഷിക്കാരയിൽ കയറാൻ ഗാർഡ് നമ്പർ 13-ലാണ് ഞങ്ങൾ കയറിയത്. തുടക്കമൊക്കെ ഉള്ളതിൽ ഭയങ്കര തിരക്കാണ്. ഇങ്ങോട്ട് ഈ ഗാർഡ് നമ്പർ 13, 14 ഒക്കെ വരുമ്പോഴത്തേക്കും തിരക്ക് കുറവുണ്ട്, കുറച്ചുകൂടെ നല്ലതാണ്. ഷിക്കാരയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് മുഗൾ ഗാർഡനിൽ കാണാൻ വേണ്ടി പോയി. കുറേ സമയം മുഗൾ ഗാർഡനിൽ സ്പെൻഡ് ചെയ്തു. നല്ലതായിരുന്നു, കുറേ പൂക്കളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കുട്ടി എടുക്കൂടെ നിൽക്കുന്നത്. മുഗൾ ഗാർഡൻ നമ്മുടെ ആ ലേക്കിൻ്റെ സൈഡിൽ തന്നെയാണ്. കുറേ ഫൗണ്ടൻ ഉണ്ട്. ഫൗണ്ടൻ ഇങ്ങനെ ഓരോ തട്ടായിട്ട് മേളിൽ നിന്ന് താഴോട്ട് വന്ന് ആണ് വരുന്നത്. അപ്പം കാണാൻ നല്ല ഭംഗിയാണ്. മുഗൾ ഗാർഡൻ കണ്ടതിന് ശേഷം ഞങ്ങൾ ഷാലിമാർ ഗാർഡനാണ് കാണാൻ പോയത്. അതിനകത്തൂടെ കുറേ നടന്നു.
പനയുടെ പൂങ്കുല. പനയുടെ പൂങ്കുല. ഇങ്ങനെ ഞങ്ങളിപ്പോൾ ഷാലിമാർ ഗാർഡൻസ് കാശ്മീർ. മുഗൾ ഗാർഡന് ശേഷം ഞങ്ങൾ ഷാലിമാർ ഗാർഡനും കൂടെ കണ്ടിട്ട് നേരെ തിരിച്ച് ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്. പോകുന്ന വഴിക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു ബസ്സിൽ തന്നെ. മൂൺലൈറ്റ് ബേക്കറിയിൽ നിന്ന് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള വാൾനട്ട് ഫഡ്ജ് മേടിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ എയർപോർട്ടിലോട്ട് വന്നു. അവിടുന്ന് തിരിച്ച് ഡൽഹി വഴിയായിരുന്നു ഫ്ലൈറ്റ്. ഡൽഹിയിൽ കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കുറച്ച് പേര് ലോഞ്ചിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇൻഡിഗോയുടെ ഫ്ലൈറ്റായിരുന്നു. അവിടെ നേരെ കൊച്ചിയിലോട്ട് പോകുന്നു.